ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. വെറും 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും സിമ്പിളായിട്ടും നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊറോട്ടയാണ്. അപ്പോൾ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു വെക്കുക. കൂടാതെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വലിയൊരു നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴം ഞാൻ ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അതിലിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 5 ചെറിയ ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ 2 കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ നമുക്കിത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ 1 ടീസ്പൂണ് വാനില എസൻസ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം ഞാനിതാ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 1 കപ്പ് മൈദ നമുക്ക് ആവശ്യം വരുമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇതിൽ നിന്നും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാനിതാ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ച് നമ്മൾ ഒരിക്കലും ഇത് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നമുക്ക് നോക്കാം എത്രമാത്രം തിക്ക് വേണം എന്നുള്ളത്. അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആ 1 കപ്പ് മൈദയിൽ നിന്ന് 1/4 കപ്പോളം മൈദ ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ കോട്ട് ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ള വെള്ളം ഒരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് കേട്ടോ. അത്രമാത്രം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ഒരു മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിലിപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. ഏകദേശം ഒന്ന് ചൂടായാലും നമുക്കിതിലേക്ക് നെയ്യോ അതുപോലെ തന്നെ വെളിച്ചെണ്ണ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു കയ്യിൽ മാവ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്രൈ പാൻ നന്നായിട്ട് ചൂടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ചെറിയ ചൂടിൽ തന്നെ നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കണം. അതെങ്കിൽ മാത്രമാണ് നമുക്കിതുപോലെ ചുറ്റിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് റെഡി ആക്കിയിട്ട് എടുക്കാം. ഞാനിതൊന്ന് മൂടി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേഗത്തിൽ തന്നെ നമുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് എടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടി മൂടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു കുറച്ച് സെക്കൻഡ് മാത്രം ഇതുപോലെ ഒന്ന് വെക്കട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി കൂടി ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും പാന് നന്നായിട്ട് ചൂടാവരുത്. ചൂടാകുമ്പോൾ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ചൂടിൽ വേണം നമ്മൾ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ബാക്കി കൂടി ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പൊറോട്ട എല്ലാതും ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പൊറോട്ട നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉള്ളൊരു പൊറോട്ടയാണ്. അപ്പോൾ നിങ്ങൾ കയ്യിൽ പഴമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയും മൈദയും വെച്ച് മാത്രം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഓക്കെ, ബൈ.